ഹലോ, നമ്മുടെ ചാനലിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്കൂളൊക്കെ തുറന്നു, കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു റെസിപ്പി നമ്മുടെ റേഷൻ അരി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണേ. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം മുട്ടയൊന്ന് ചിക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിൽ അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 4 മുട്ടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 2.5 കപ്പ് അരിക്ക് വേണ്ടിയിട്ട് 4 മുട്ടയാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മുട്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പം 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മീതെ ഞാൻ അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തുകൊണ്ട്, കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ റൈസിലും കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുട്ടയൊന്ന് നല്ലപോലെ ചിക്കി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ട് അതേ സെയിം പാത്രത്തിൽ ഞാൻ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഉഴുന്നും 3/4 ടീസ്പൂൺ നമ്മുടെ സാമ്പാർ പരിപ്പും കൂടി ഇട്ട് ഒന്ന് ഗോൾഡൻ കളറാവുന്ന വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1.5 സവാള കട്ട് ചെയ്തതും 3 പച്ചമുളക് നീളത്തിൽ കീറിയതുമാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ ക്യാരറ്റും ഉള്ളിയൊക്കെ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലോട്ട് ഞാൻ തക്കോലം, 2 ഗ്രാമ്പു, 2 ഏലക്ക, രമ്പയില, പിന്നെ 2 പട്ട ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി ജ്യൂസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 2 കഷ്ണം തക്കാളി ഞാനൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ കാന്താരി മുളകിൻ്റെ പൊടിയാണ് ഞാൻ ഈ ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ വറ്റൽ മുളകിൻ്റെ പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇതുള്ളത് കൊണ്ടൊന്ന് ചേർത്തെന്ന് മാത്രം. അപ്പോൾ അത് അരച്ചെടുത്ത് വന്ന ശേഷം ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയും ക്യാരറ്റും ഒക്കെ വഴണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ പൊടിയുടെയൊക്കെ പച്ചമണം ഇപ്പം മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ടൊമാറ്റോ ജ്യൂസ് ഒന്ന് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൊമാറ്റോയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇത് നല്ലപോലെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മുട്ട ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മുട്ടയിട്ട ശേഷം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മുട്ടയും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്നവരെ ഞാൻ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റൈസ് ഇതിലോട്ട് ഇടുവാണ്. അതിനായിട്ട് ഞാൻ 2.5 കപ്പ് പച്ചരി, റേഷൻ പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. റേഷൻ പച്ചരി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പച്ചരി റേഷൻ അരി വേവിക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് വേവിക്കുന്ന സമയത്ത് ഒരു 1/2 മുറി നാരങ്ങയുടെ നീരും അല്പം ഓയിൽ ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കാൻ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ആ റൈസ് വേവിച്ചെടുത്തിട്ട് അത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റൈസ് എല്ലാം തട്ടി കൊടുത്ത ശേഷം ഈ മസാലയും റൈസൊക്കെ നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പകുതി നാരങ്ങയുടെ നീര് ഞാനൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഈ നാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം ഈ നാരങ്ങയുടെ നീര് റൈസിൻ്റെ എല്ലാ ഭാഗത്തും എത്താനായിട്ട് നന്നായിട്ടൊന്ന് ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് മിക്സാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസ് ഇപ്പോൾ കഴിക്കാനായിട്ട് റെഡിയാണ്. ഇനി ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി സെറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു എഗ് റൈസ് ഉണ്ടാക്കാനായിട്ട്.
നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റൈസ് റെഡിയാക്കുന്നത്. അതേപോലെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു റൈസ് നമുക്ക് സാലഡിൻ്റെ കൂടെ, അതായത് തൈരൊക്കെ കൂട്ടിയിട്ടുള്ള സാലഡിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്.